ഇറങ്ങുന്നേ ഇറങ്ങുന്നേ. നീ കഴിക്കാതെ പോന്നേ? കഴിച്ചിട്ട് പോടാ. ഇങ്ങനെ കഴിക്കാതെ പോയ എങ്ങനെയാടാ? ഡോക്ടറിന്റെ ഒരു ബന്ധു കഴിച്ചിട്ട് പോടാ. ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് ഓരോന്ന് ഉണ്ടാക്കുന്നത്? ബെഡ് കിടക്കുന്ന കണ്ടില്ലേ? ഇവനൊക്കെ ഏത് കാലത്തായി നീ നന്നാകാൻ പോകുന്നു? ചില കൊച്ചു പിള്ളേരെ പോലെ എഴുന്നേറ്റ് പോകുന്നത്. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. എന്താ ഗുളിക? ഇതാരാ ഗുളിക കഴിക്കുന്നവിടെ? എന്താ പോയോ? ആ പോയല്ലോടാ, ഇപ്പൊ പോയല്ലോ. പോയോ? എന്താ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ഇനി ചുമ്മാ കൈ കെട്ടി വെച്ചേക്ക. അല്ല എന്തോ ഉണ്ടല്ല. ഒന്നുമില്ല കണ്ണാ. കണ്ണ് വല്ലതും കഴിച്ചോ? വല്ലതും കഴിച്ചോ? പോയി കഴിച്ചേ. എന്താന്ന് കാണിയേക്ക്? കണ്ണാ പോയി കഴിക്കാനാ പറഞ്ഞ നിന്നോട്. പോ. കണ്ണാ പോയി കഴിക്ക. ചെറുക്കൻ്റെ ഒരു ഇവനോട് ചോദിക്കണോ എന്ത് മരുന്നാണോ? ചുമ്മാ ഇരുടാ, നിനക്ക് എന്ത് പ്രശ്നം? നീ എന്തിനാ ഇരുന്ന് കടന്നുറങ്ങിക്കൂടെ? ഞാൻ ഉറങ്ങിയതല്ല, യോഗ ചെയ്യുക. കണ്ടൂടെ? എന്തിന് എന്തിന് യോഗ ചെയ്യുന്നു? യോഗ നല്ല രീതിയിൽ യോഗ ചെയ്താൽ നല്ല ഉറക്കം കിട്ടുമെന്നോ? ഉറങ്ങാനുള്ള പുതിയ അടവ്. എടാ ഇത് അടവല്ല. യോഗ ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം നല്ലതാകും. അതൊരു ഫാക്റ്റാണ്. നിനക്ക് എന്താ അറിയാം? നീയൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ പൊന്നുകിളി, നീ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ ആകെ അത് ശരിയാവത്തില്ലെന്ന്. ഇങ്ങനെ ഉറങ്ങി നേരെ ചരിഞ്ഞ് വീണ് നടു ഒടിഞ്ഞ് നടു ബെൻഡായി ഇങ്ങനെ വളഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റാതാവും. എന്തൊരു നെഗറ്റീവേഷാണാ നീ. നിനക്കിപ്പോ എന്താ വേണ്ട? നീ എന്തിനും ഇങ്ങോട്ട് വന്നേ? എടി അമ്പലത്തിലെ നല്ല സദ്യ കൊടുക്കുന്നു, വാ പോയി കഴിക്കാം. ഞാനങ്ങ് ഇല്ല. എടി സൂപ്പർ അടി, നല്ല ചൂട് ചോറ്, ചൂട് സാമ്പാർ, അവിയൽ, പപ്പടം കിട്ടി ഞെവിടി തിന്നാം. നീ വാ, നമുക്ക് അമ്പലത്തിൽ പോയി എന്നതാനും കഴിച്ചു തരാം. അതെന്താ? എനിക്കൊരു കാര്യം പറയാനാ ഞാൻ വന്നേ. എടാ അമ്പലത്തിൽ നല്ല ചൂട് ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം കിട്ടി തിന്നാ. ഞാൻ ഒരു കാര്യം പറയട്ടോ. വല്യാമ്മന്റെ മുറിന്നേ അമ്മമ്മക്ക് എന്തോ ഒരു സാധനം കിട്ടി. എന്തോ സാധനം? എന്ത് സാധനം ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചപ്പോഴേക്കും എന്നെ ഓടിച്ചു വിട്ട്. ഓടിച്ചു വിട്ടപ്പോ മക്കൾ ഓടി വന്നല്ലേ? ഇല്ലെങ്കിലേ എനിക്ക് ചൂരിൽ കൊണ്ടുള്ള നല്ല അടി കിട്ടിയാണ്. അയ്യോ, നിന്റെ സ്ഥാനത്ത് ആമിയായിരുന്നെങ്കിലേ എന്താണ് ആ മാറ്റർ എന്ന് കണ്ടുപിടിച്ചിട്ട് അവളോട് ഇറങ്ങത്തുള്ളായിരുന്നു. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണതാണ് ഇങ്ങനെ. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നല്ല. അത് മാത്രല്ല, ഇവനെ ഓടിച്ചു വിടാൻ വേണ്ടിട്ട് എന്ത് സാധനം ചേട്ടന്റെ റൂമിലുള്ള? നീ പോയി അമ്മയെടുത്ത് ചോദ്യം. എന്നിട്ട് വേണം ആ ചൂലിനടി ഞാൻ വാങ്ങിച്ചു കൂട്ടാൻ. അടി കൊണ്ടാലും കാര്യം അറിയാലോ. അങ്ങനെ ഇപ്പൊ എന്റെ പൊന്നുമോൻ കാര്യം അറിയണ്ട. എങ്കിലേ സുമേഷാൻ പോയി ചോദിക്കും. ഞാൻ ചോദിക്കാം, നീ എന്നോട് അമ്പലത്തിൽ സദ്യ കഴിക്കാൻ വരുമോ? ശരി ശരി, കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചു കൂട്ടിക്കും. ശരി. അല്ല, നീ ശമ്പളം പറഞ്ഞേരി, ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇങ്ങനെ വേ, നീ കണ്ണടക്കി ശ്വാസം വലിക്ക്. വിട്. ദൈവമേ, ഇത് സ്ലീപ്പിംഗ് പില്ലാണല്ലോ. കുറെ എണ്ണം കഴിച്ചിട്ടുമുണ്ട്. സ്ലീപ്പിംഗ് പില്ല് ബില്ലാതെ കൊടുത്ത് റെസിപ്റ്റ് മേടിക്കണ്ടേ? പോടാ ചെറുക്ക, ഇത് സ്ലീപ്പിംഗ് പില്ല്. ഉറക്ക ഗുളിക ഉത്തമന്റെ ബെഡിന്റെ കടിയിൽ നിന്ന് കിട്ടിയതാ. ഉറക്ക ഗുളിയോ? ഇതാരമ്മ അവിടെ കഴിക്കുന്നേ? അതാ എനിക്കും അറിയാം. എന്താ ചെല്ല്. ഇവിടെ എല്ലാവർക്കും ഉറക്കപ്രായതായോ അമ്മ? ഒരുത്തി യോഗ ചെയ്തോണ്ടിരുന്നു ഉറങ്ങുന്നു അവിടെ റൂമിനകത്ത്. എടാ, ഇത് അതുപോലുള്ള ഉറക്കമാണോ? പിന്നെ ഉറക്കം വെറൈറ്റി ഉറക്കം വല്ലതും ഉണ്ടോ? സാധാരണ ഇങ്ങനെ എല്ലാവരും കണ്ണടച്ചിറങ്ങും, ചിലർ ഇങ്ങനെ ഉറങ്ങും. അങ്ങനെ പല ആക്ഷനിൽ കിടന്ന് ഉറങ്ങത്തില്ലേ? എന്റെ ചെറുക്ക, നോർമലി ഒരു മനുഷ്യൻ ഉറങ്ങുന്ന പോലെയാണോ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്നേ? ഇതാരാ ഇങ്ങനെ കഴിക്കുന്ന ഇവിടെ? എടാ, അതാ എനിക്കും അറിയത്തില്ലാത്ത. എടാ, ആശ നിന്നോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചേട്ടത്തിയോ? ചേട്ടത്തി എന്റെ പൊന്നമ്മച്ചി, ചേട്ടത്തി കൂർക്ക് വലിച്ച കിടന്നുറങ്ങുന്നത്. ആ കൂർക്ക് വലി എന്റെ റൂമിൽ കേൾക്കാം. ഇനി ഉത്തമനാണോടാ? ഇനി ചേട്ടനായിരിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആണോ? അതിനാടാ നിനക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ചേട്ടത്തി അമ്മാര് കൂർക്ക് വലിയില്ലേ? ചേട്ടൻ പിന്നെ എങ്ങനെ ഉറങ്ങും? ഒന്ന് പോടാ ചെറുക്ക, എന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം.
അച്ഛമ്മക്കേ ആ? അച്ഛന്റെ മുറിയിൽ നിന്ന് എന്തോ കിട്ടിയെന്ന് പറഞ്ഞു. നിന്നോടാര് പറഞ്ഞു? കണ്ണൻ എന്തോ കിട്ടിയത്? സ്ലീപ്പിംഗ് ബില്ല്. ദേ ബില്ല. എടാ ബില്ലല്ലടാ പില്ല്. അല്ല ഈ സ്ലീപ്പിംഗ് ബില്ല് ഇവിടെ ആര് കഴിക്കുന്നത്? എടാ അതാ ഞങ്ങൾക്കും അറിയത്തില്ലാത്ത. അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും ഇത് കഴിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അവര് എപ്പോഴെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അച്ഛനും അമ്മയും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു സംശയം വേണ്ടമ്മ, സാറ്റിസ്ഫാക്ഷൻ ഇത് ചേട്ടൻ തന്നെയാണ്. എടാ അവൻ ഇത് കഴിച്ചുറങ്ങാനും മാത്രം എന്ത് പ്രശ്നമുള്ളത്? അത് എന്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? ചേട്ടനെ വിളിച്ച് ചോദിക്കണം എന്ത് പ്രശ്നമൊന്നും. അവനെ വിളിച്ചൊന്നും ചോദിക്കുന്നില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. അമ്മ കണ്ടുപിടി, ഞാൻ അമ്പലത്തിൽ പോന്നു. ഈ സമയത്തോ? അയ്യോ പ്രാർത്ഥിക്കാനല്ല, സദ്യ കഴിക്കാൻ. എന്റെ മോൻ പ്രാർത്ഥിക്കാനൊന്നും അമ്പലത്തിൽ പോരുത്. സദ്യയുടെ സമയമാകുമ്പോ കറക്റ്റ് അങ്ങോട്ട് ചെല്ലണം. അരണേശ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോട്ടെ. പിന്നെ വേറൊരു കാര്യം, ഒരുത്തി ഇരുന്ന് യോഗ ചെയ്ത് അവിടെ ഉറങ്ങുന്നുണ്ട്. തറ വീണ് പൊട്ടാതെ നോക്കിക്കോണം. ഞാൻ വരണ്ടേ? വേണ്ട, കണ്ണനെ വിളിച്ചോണ്ട് പോക്കോളാം ഞാൻ. അല്ല ഞാൻ വരാൻ. വേണ്ട കണ്ണമോനെ, ഞാൻ വരാം. കണ്ണമോനെ. ഞാൻ വരാം പ്ലീസ്. ഞാനും കൂടെ ഇത് കുറെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉള്ള ഗുളികയാണല്ലോ.